സെയിൽസിന്റെ വിൻഡോ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സെയിൽസ് എന്ന ഈ ടാബിൽ നിന്ന് നമുക്ക് സെയിൽസിന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ സെയിൽസ് ബാർകോഡ് സ്കാൻ ചെയ്യേണ്ട ഈ വിൻഡോയിലാണ്, നമ്മൾ ക്വാണ്ടിറ്റി കൊടുക്കേണ്ടത് ഈ വിൻഡോയിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. ബാർകോഡാണ് സ്കാൻ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ഒരെണ്ണമാണ് സ്കാൻ ആവുക, ഓട്ടോമാറ്റിക് ക്വാണ്ടിറ്റി ഒന്നായിട്ട് വരും. നമ്മളല്ലാതെ ഐറ്റംസ് സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി എവിടെയും കൊടുക്കാൻ പറ്റും. ബാർകോഡ് സ്കാൻ ചെയ്യുന്നു, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മെഡിമിക്സ് സോപ്പ് നമ്മളിവിടെ സ്കാൻ ചെയ്യുന്നു, ഓട്ടോമാറ്റിക് എന്ത് ചെയ്തു തൊട്ട് താഴത്തേക്ക് വന്നിട്ടു. ഓട്ടോമാറ്റിക് ആ ഐറ്റം എന്താണോ ആ ഐറ്റം ഓട്ടോമാറ്റിക് അവിടെ സ്കാൻ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ബാർകോഡ്, ഞാൻ മാനുവലി എൻ്റർ ചെയ്താണ് ഇപ്പോൾ, നമ്മൾ സാധാരണ ഇവിടെ ബാർകോഡ് സ്കാൻ ചെയ്യാണ് ചെയ്യുക. ഇനി ഞാൻ ചില പ്രൊഡക്റ്റുകൾക്ക് റൈസ്, പൾസസ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ കോഡ് കൊടുക്കും. ചാക്കിലായിരിക്കും അതിന് കോഡ് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അത് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാത്തിലും ബാർകോഡ് ആയിരിക്കില്ല ചെയ്യേണ്ടാവുക. അങ്ങനെ വരുമ്പോൾ അതിന് കോഡായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഞാൻ ഇപ്പോൾ കാളവണ്ടി എന്ന് പറഞ്ഞൊരു റൈസിന് ഞാൻ കൊടുത്തിട്ടുള്ള 101 എന്നാണ് അതിന് കൊടുത്തിട്ടുള്ള കോഡ്. ഞാൻ 101 അടിച്ചു, എൻ്റർ അടിച്ചു, ഓട്ടോമാറ്റിക് എന്ത് ചെയ്തു അതിന്റെ പോപ്പപ്പ് ചെയ്യുന്ന വിൻഡോ ഒന്നും അതിൽ തന്നെ 47.50 47 രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. 47.50 സെലക്ട് ചെയ്ത് എത്ര കിലോ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ കാണിക്കുക. അപ്പോൾ 5 കിലോനാണ് 5.5 ആണ് 5.5 കിലോ എന്ന് പറഞ്ഞ മോഡലല്ലേ. അപ്പോൾ 5.5 ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ചില പ്രൊഡക്റ്റുകൾ നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക, ആ പ്രൊഡക്റ്റിന്റെ പേര് നമുക്ക് സെർച്ച് ചെയ്യണം, അതിന്റെ ബാർകോഡോ കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ സിൽവർ പൗച്ച് എന്ന് പറഞ്ഞ സാധനമാണ്, സിൽവർ പൗച്ച് നമ്മൾ സിൽവർ നടിക്കുന്നുണ്ട്, സിൽവർ പൗച്ച് എല്ലാം വന്നു. ഇതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമ്മൾ സിൽവർ പൗച്ച് എന്ന് പറഞ്ഞാൽ എൻ്റർ അടിക്കുന്നു, ഓട്ടോമാറ്റിക് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി 3 കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് അത് എൻ്റർ ചെയ്ത് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ 101 എന്നാണ് നേരത്തെ ഞാൻ കാളവണ്ടി കൊടുത്തു, 101 സ്റ്റാർ, നമുക്കൊരു സ്റ്റാർ കൊടുത്ത ശേഷം ഞാൻ 6 കിലോ എന്ന് കൊടുത്തിട്ടുണ്ട്. 6 സ്റ്റാർ കൊടുത്ത ശേഷം 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും ചെയ്യാൻ പറ്റും അല്ലേ. കാളവണ്ടി റൈസ് 6 കിലോ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇങ്ങനെയും വരാം. ഇനി ചില പ്രൊഡക്റ്റുകൾ നമ്മൾ ചില പ്രൊഡക്റ്റിന് ഒരേ ബാർകോഡ് ആയിരിക്കും, പക്ഷെ വ്യത്യസ്ത റേറ്റ് ആയിരിക്കും MRP. ആദ്യം വന്നപ്പോൾ കഴിഞ്ഞ മാസം വന്നപ്പോൾ അതിന് വേറെ റേറ്റ് ആയിരുന്നു, ഇന്ന് വന്നപ്പോൾ വേറെ റേറ്റ് ആണ്, പക്ഷെ ബാർകോഡ് ചേഞ്ച് ആയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ പോലെ തന്നെ പർച്ചേസ് ചെയ്യാം. റേറ്റ് ഒക്കെ എന്താണോ അതത് സമയങ്ങളിൽ വരുന്ന അതത് റേറ്റ് കൊടുക്കാം. ബാർകോഡ് ഒക്കെ സാധാരണ പോലെ പർച്ചേസിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ പർച്ചേസിൽ നമ്മൾ ചെയ്യാം. റേറ്റ് അതത് സമയങ്ങളിൽ കഴിഞ്ഞ മാസം വന്നപ്പോൾ റേറ്റ് കഴിഞ്ഞ മാസം എൻ്റർ ചെയ്യുക, ഇപ്പോൾ വരുന്ന ബില്ലിന് ഇപ്പോൾ എൻ്റർ ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ബാർകോഡ് സ്കാൻ ചെയ്യുന്നത്. ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഞാൻ ബാർകോഡ് ഒന്ന് സ്കാൻ ചെയ്തു, പോപ്പപ്പ് വന്നു. ഇതിൽ കണ്ടില്ലേ മെഡിമിക്സ് സോപ്പ് 150 ഗ്രാമാണ്. ആദ്യം വന്നപ്പോൾ 85 രൂപയായിരുന്നു. ഏറ്റവും മുകളിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് കാണിക്കുക. അപ്പോൾ ആദ്യം വന്നപ്പോൾ 85 രൂപയായിരുന്നു അതിന്റെ MRP, 80 രൂപയായിരുന്നു സെയിൽസ് റേറ്റ്. ഇപ്പോൾ വന്നതിന് 82 രൂപയായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം വന്നതാണ് സെയിൽ ചെയ്യുന്നത്. ആദ്യം വന്നതിൽ 10 എണ്ണം സ്റ്റോക്ക് ഉണ്ട്, ഇപ്പോൾ വന്നതിൽ 5 എണ്ണം സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ബാർകോഡ് ആയിരിക്കും അല്ലേ, 80 രൂപയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഒന്ന് അടുത്ത നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതേ പ്രൊഡക്റ്റിന് ഒന്നുകൂടി നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. നമ്മൾ 80 രൂപയുടെ നേരത്തെ ചെയ്തതിൽ നിന്ന് 82 രൂപയുടെ ഒന്ന് ചെയ്ത് നോക്കാം. ഉണ്ടോ 82 രൂപ. അപ്പോൾ ഒരേ സോപ്പ് തന്നെ ഒരു ബാർകോഡിൽ തന്നെ 2 വ്യത്യസ്ത റേറ്റുകളിൽ വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ടോട്ടൽ ബിൽ എമൗണ്ട് 1245 എന്ന് കാണിക്കും. ഇവിടെ ബാർകോഡിന്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കാണിക്കുക. ഇവിടെ ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്, അതിന്റെ യൂണിറ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ബാങ്കിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാം. നമ്മൾ ഗൂഗിൾ പേ ആണ് ചെയ്യുന്നതെങ്കിൽ ഡിഫാൾട്ട് ഗൂഗിൾ പേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേയിലേക്ക് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും നോട്ടൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നോട്ട് ടൈപ്പ് ചെയ്യാം. കസ്റ്റമർ സെലക്ട് ചെയ്യണം, ജസ്റ്റ് ഈ ടാബിൽ ക്ലിക്ക് ചെയ്താൽ കസ്റ്റമർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇൻവോയ്സിന്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ജസ്റ്റ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് സേവ് വരും. സേവ് ആൻഡ് പ്രിന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവും പ്രിന്റ് വരും. നമുക്ക് പ്രിവ്യൂ കാണണമെങ്കിൽ, ഒരു ബില്ല് ചെയ്യുന്നതിന്റെ പ്രിവ്യൂ കാണണമെങ്കിൽ ജസ്റ്റ് ഷോ പ്രിവ്യൂ എന്നുള്ളിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് സേവ് ആൻഡ് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പ്രിവ്യൂ വരും. സെയിൽ ചെയ്യുന്നതിന്റെ കഴിഞ്ഞിട്ടുള്ള ബില്ല് നമ്മൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു. നമുക്ക് അതിൽ എന്തെങ്കിലും എഡിറ്റ് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതാ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ഇങ്ങനെ ബാക്ക് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം. ചിലപ്പോൾ ചില ഐറ്റംസ് നമുക്ക് ഈ ഒരു റോയലിന് ഏതെങ്കിലും ഒരെണ്ണം ഡിലീറ്റ് ചെയ്യണം, ഒരെണ്ണം ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി ആ ഒരു വരി നമുക്ക് ഡിലീറ്റ് ചെയ്ത് പോവും. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓൾറെഡി എൻട്രി ചെയ്ത ബില്ല് എടുക്കാൻ ഓരോ ഓപ്ഷൻ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് പുറകിലുള്ള ബില്ല് കിട്ടും. വേറെ ഓപ്ഷൻ ഉള്ള നമ്മൾ ഇൻവോയ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ ഓപ്പൺ ചെയ്യും. ഇതിൽ നമുക്ക് ഡിഫാൾട്ട് ടുഡേ ഇന്നത്തെ ഡേറ്റിലുള്ള ബില്ലുകളെല്ലാം എൻ്റർ ചെയ്ത എല്ലാ ബില്ലുകളും കാണിക്കും.
ഇതിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബില്ലാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ബില്ല് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് അമർത്തി കഴിഞ്ഞാൽ ആ ബില്ല് ഡിലീറ്റ് ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ്. ആ ബില്ലുകൾ ഡിലീറ്റ് ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്വാണ്ടിറ്റിയോ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്തിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്ന സമയത്ത് പ്രിന്റിംഗ് ഫയലുകൾ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്രിന്ററൊക്കെ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അതിന് പുറമെ നമുക്ക് ഒന്ന് ഈ പ്രിവ്യൂ ഒന്ന് കാണണം. എങ്ങനെയാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്ന ആ ഫയൽ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ സേവ് ആൻഡ് പ്രിന്റ് എന്ന് കൊടുത്തു. ജസ്റ്റ് ഇതാണ് നമുക്ക് പ്രിവ്യൂ വന്നിട്ടുള്ളത്. പലതരത്തിലുള്ള പ്രിന്റുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ചേഞ്ചസ് ഒക്കെ വേണ്ട രൂപത്തിൽ ചേഞ്ച് വരുത്താൻ പറ്റും. ഇത് ബിൽ ഓഫ് സപ്ലൈയിലാണ് ഈ ബില്ല് ചെയ്തിട്ടുള്ളത്. നമ്മൾ ടാക്സിന്റെ ആണെങ്കിൽ ടാക്സിന്റെ കാര്യങ്ങളെല്ലാം ബില്ല് ചെയ്യും. ഇത് കോമ്പോസിഷൻ ഡീലർ ആവുകൊണ്ട് ബില്ലിൽ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ടാക്സ് കാണിച്ചിട്ടില്ല. ഇവിടെ ബില്ലിൽ കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി ഐറ്റം, ക്വാണ്ടിറ്റി, റേറ്റ്, MRP എന്നുള്ള എല്ലാ ഡീറ്റെയിലും ഇതിൽ വരുന്നുണ്ട്. റേറ്റും വരുന്നുണ്ടായിരിക്കും, MRPയും വരുന്നുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ മെഡിമിക്സിന്റെ കേസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൽ 80 രൂപയാണ്, 85ആണ് MRP പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലേ. 82 രൂപയാണ് ഇതിന്റെ റേറ്റ്, അതിന്റെ MRP എന്ന് പറയുന്നത് 88ആണ്. അങ്ങനെ 1134 രൂപയാണ് ടോട്ടൽ MRPയുടെ ടോട്ടൽ വരുന്നുണ്ടാവുക. നമുക്ക് വരുന്ന മൊത്തത്തിലുള്ള റേറ്റ് എന്ന് പറയുന്നത് 1040 രൂപയാണ്. അപ്പൊ 94 രൂപ ഇതിലെന്തുണ്ട്, സേവ് ആയിട്ടുണ്ട്. ഈ കസ്റ്റമർക്ക് ഒരു ഡിസ്കൗണ്ട് പോലെ ഈ കസ്റ്റമർക്ക് ഈ ബില്ലിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് താഴത്ത് വേണമെങ്കിൽ QR കോഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്.